വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഇത് ഫ്രീസർ തുറക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പകർന്നത് ആദ്യം പപ്പയ്ക്കാ തുടങ്ങി, അത് കഴിഞ്ഞ് പതുക്കെ പകർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 80s 90s കാര്യമാണ്. ചിലരൊക്കെ പറയും ചക്ക കഴുകൂലെന്ന്. ഞാൻ വെള്ളത്തിലിട്ട് ഒരിക്കലും തണുപ്പ് മാറ്റരുത്, അന്നേരം അത് ചീത്തയായി പോകും. ഒരേ തരത്തിലുള്ള ചക്ക ഒരേ കവറിലിരിക്കണം. ഫ്രീസർ തുറക്കാൻ നോക്കിക്കോ. ഇപ്പം നമുക്കില്ലേ, നമുക്ക് ഒരു മുൻവശത്ത് നിൽക്കണ പ്ലാവേൽ ഒരു ചെറിയ ചക്ക ഇട്ട് ഒരുക്കി ഫ്രീസറിൽ കയറ്റാം. ബാക്ക് സൈഡിൽ 2 ചക്ക ഇട്ട് ഒരുക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഇത് ഫ്രീസർ തുറക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഇനി ബാക്ക് സൈഡിൽ ഒരു ചക്കയും കൂടെ അടുത്ത ആഴ്ച, ഈ ആഴ്ചയ്ക്ക് നടക്കില്ല, അടുത്ത ആഴ്ച ഇട്ട് ചെറിയൊരു കോൾഡ് ഒരു മേലുനൊമ്പരമൊക്കെ എനിക്ക് ഇവക്കും തുടങ്ങിയിട്ടുണ്ട്. അത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പകർന്നത് ആദ്യം പപ്പയ്ക്കാ തുടങ്ങി, അത് കഴിഞ്ഞ് പതുക്കെ പകർന്നിട്ടുണ്ട്. കാലാവസ്ഥയുടെ ഇതൊക്കെ ആയിരിക്കും. എനിക്ക് വന്ന പ്രശ്നം എന്നാന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞാൽ പിന്നെ മാറൂല, അങ്ങനെ വരൂല, വന്ന എന്ത് ചെയ്താൽ മാറൂല. അപ്പം നമുക്ക് ഒരു ചക്ക ചെറുതിട്ട് ഇന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കാം. അപ്പം നമുക്ക് ചക്ക ഇട്ടുകൊണ്ട് വരാം. ചക്ക ഇട്ട് ചക്കയുടെ പണി ഇച്ചിരി താമസമുണ്ട്. ഈ ചക്കയ്ക്ക് ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ചക്കയാണ്, പക്ഷേ അത് ഇങ്ങനെ അകത്ത് കുറച്ച് ചുളയുണ്ടാവുള്ളൂ. അപ്പം അത് അള്ളിപ്പിടിച്ചെടുക്കാൻ ഇച്ചിരി പാടാം. അപ്പം മറ്റേ ചക്ക ഇടണമെങ്കിൽ വലിയ തോട്ടിയൊക്കെ എടുത്ത് ഇനി പൈപ്പൊക്കെ നീട്ടണം. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതും വെക്കാൻ നല്ല ടേസ്റ്റി ആട്ടോ. അപ്പം നമുക്ക് ഒരെണ്ണം ഇട്ടുകൊണ്ട് വരാം പോരെ. അപ്പടി പുല്ലായി കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. അതെ, എന്നാ അതേ കട്ട് ചെയ്യാം. താഴെയുള്ളതാ, താഴെയുള്ളതാ. 2-3 ഇല്ലേ, മുകളിലുള്ളത് പഴുപ്പ് പോലെ വരുമ്പോ ഇട്ട് പഴുപ്പെടുക്കണം. അത് ഇട്ട് പഴുപ്പിക്കാൻ വേണമെങ്കിൽ. എടി മുട്ടപ്പഴം പഴുത്തിട്ടില്ലടി, എന്ന് ഞാൻ ഞെക്കും. മഞ്ഞരാശി വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് പഴുക്കുമായിരിക്കും കേട്ടോ. ഒരെണ്ണം നല്ല മഞ്ഞയായിട്ടുണ്ട്. ഡെയിലി ഇനി നോക്കണത്. കത്തിക്ക് ഇച്ചിരി മൂർച്ച കുറവാന്ന് തോന്നുന്നു, പോരാൻ പാടില്ല. ഇത്ര ചെറിയ തണ്ട് അത് മുറിയുന്നില്ലേ? വാ, പാടാണ്. ചൊളയായിട്ട് കിട്ടുവാണെങ്കിൽ എളുപ്പം. അതാണ് ഈ ചക്കയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. വിളഞ്ഞീന ഏറ്റവും വലിയ പാട്. മറ്റേ ചക്കയ്ക്ക് വിളഞ്ഞീൻ കുറവാ, ഇതിന് ഭയങ്കര വിളഞ്ഞീന. ചില ചക്കകൾക്ക് അങ്ങനെ ഉണ്ടാവൂല്ലേ? ചില എനിക്ക് വിളഞ്ഞീൻ തീരെ കുറവാ, കത്തി കയറുന്നില്ല. ഓ, ഇത് ശരിയായി, കുഴപ്പമില്ല. ഇത് നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാനല്ല, ഫ്രീസറിൽ കയറ്റാനുള്ള സൂക്ഷിക്കാനാ. തിന്നു നോക്കിക്കേ, ഇളഞ്ഞിനില്ല. അടുത്തു നല്ല രുചിയാ, നല്ലതാ. പാകാട്ടോ. അച്ചക്ക എല്ലാത്തിനും നല്ലതാ. പണ്ടൊക്കെ ഇങ്ങനെ ചക്ക ഉരിഞ്ഞ് സൂക്ഷിച്ചു വെക്കൽ പരിപാടി ഉണ്ടായിരുന്നോ? അതിന് സൗകര്യങ്ങളില്ല സൂക്ഷിക്കാൻ. ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളത്. പണ്ടൊന്നും അങ്ങനെ സൗകര്യമില്ല. ഫ്രിഡ്ജ് ആകപ്പാടി ഒരു കൊച്ചു ഫ്രിഡ്ജ് എല്ലാ വീട്ടിലും. ഞാൻ പറഞ്ഞ 80s 90s കാര്യമാണ്. കൊച്ചു ഫ്രിഡ്ജ് ഉണ്ടാവും, അതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫ്രീസറും ആയിരിക്കും. സെപ്പറേറ്റ് ഫ്രീസറും ആയിരിക്കൂല. അപ്പം സെപ്പറേറ്റ് ഫ്രീസർ ഫ്രിഡ്ജിന് നമ്മുടെ പോലെയൊക്കെ ഫ്രിഡ്ജിൻ്റെ പോലത്തെ ഉണ്ടെങ്കിൽ പിന്നെ സൂക്ഷിക്കാം കേട്ടോ. അങ്ങനെയുള്ള പരിപാടികളൊന്നും അന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഇത് വന്നേ പിന്നെയാണ് എല്ലാവരും ഓരോരോ സംഗതികളൊക്കെ സൂക്ഷിപ്പ് തുടങ്ങിയത്. പിന്നെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ഡീപ് ഫ്രീസറും മറ്റ് ഫ്രീസറും ഒക്കെ ഉള്ളവർ പണ്ട് കാലത്ത് ചിലപ്പോൾ സൂക്ഷിക്കുമായിരിക്കും. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ലതൊക്കെയാണ്. ഇത് നമ്മൾ കഴുകിയിട്ടാണോ ഫ്രീസറിൽ വെക്കണേ? അല്ല അല്ലേ, കഴുകിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ ചീത്തയായി പോവും നനവിരുന്ന് കഴിഞ്ഞാൽ. ഇത് ഇതേപടി എടുത്താൽ ഒരുക്കി കവറിനകത്താക്കി, കവർ കഴുകി ഉണക്കി വെച്ചേക്കണം, അതിനകത്താക്കി ഫ്രീസറിൽ വെക്കുക. വേവിക്കാൻ നേരത്തെടുത്ത് കഴുകുക. അപ്പോൾ കുഴപ്പമില്ല. ചിലരൊക്കെ പറയും ചക്ക കഴുകൂലെന്ന്. ഞാൻ ചക്ക കഴുകിയെടുക്കും. ഒരു തൃപ്തി. അതെ, ഒരു തൃപ്തി മനസ്സിൻ്റെ. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഫ്രീസർ മേടിച്ചത്. അതെ, സൂക്ഷിക്കാൻ. പലരും ചോദിക്കും ഫ്രീസർ കാണാറില്ലല്ലോ. ഫ്രീസർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കാറുണ്ട്. വീഡിയോസ് ഇപ്പം റെഗുലറായിട്ട് കാണാത്തവർ ചിലപ്പോൾ കാണാറില്ലായിരിക്കും. ഞങ്ങൾ ഫ്രീസർ മേടിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ഉപകാരപ്രദം. അതെ 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 അതെ. ഇപ്പോൾ 4 വർഷമായിന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, ബില്ലെടുത്ത് നോക്കിയാലേ അറിയാവുള്ളൂ. വളരെ യൂസ്ഫുൾ ആണ്. നമ്മള് സീസൺ കഴിയുമ്പോൾ അതിന് സ്റ്റോർ ചെയ്തിരുന്നതെല്ലാം എടുത്ത് ഉപയോഗിക്കും. അടുത്ത സീസൺ ആവുമ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്യും. പച്ചച്ചക്ക, പ്രധാനമായിട്ട് പച്ചച്ചക്കയും ചക്കപ്പഴുപ്പും
മാമ്പഴത്തിൻ്റെ സിറപ്പും. ആ മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള ഇതൊക്കെ ഇരിപ്പുണ്ട്, ഇടയ്ക്ക് എടുക്കാട്ടോ നമുക്ക്. അങ്ങനെ ശരിക്ക് തുറന്നു വരില്ല. പഴഞ്ചക്ക അതെ അതെ അതെ, ഈ ചക്ക ഒട്ടും വരില്ല, ഇങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷെ നല്ല രുചിയാട്ടോ. നല്ലതൊക്കെ. അങ്ങനെ ഫുൾ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ചെറിയ ചക്കയായിരുന്നല്ലോ. ഒരു ചക്ക വെട്ടിയാൽ ഇതാണ് കിട്ടുന്നത്. അല്ല, വലിയ ചക്കയിൽ ഒരുപാടുണ്ട്, അതൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ചെറുതെടുക്കുന്നത്. ഈ പുറകുവശത്ത് നിൽക്കണതിൽ നല്ല കാമ്പുണ്ട്, നന്നായിട്ടുണ്ടത്. ചക്ക വെട്ടാൻ വേണ്ടി ഒരു കത്തി അതിന് വേണ്ടി ഇപ്പൊ വെച്ചേക്കുവാ. അതാ എപ്പോഴും നല്ലത്. ചക്ക വെട്ടാൻ ഒരു കത്തി, മീൻ വെട്ടാൻ ഒരു കത്തി, അത് വേറെ ഒന്നിനും ഉപയോഗിക്കരുത്. അങ്ങനെയാ ശരിക്കും വേണ്ടത്. ചെറുമീനല്ലേ വെട്ടലുള്ളൂ, ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവരില്ലേ. ഇതങ്ങ് വെച്ചേരട്ടോ, ഞാൻ കൈ ശരിയാക്കട്ടെ. നമുക്കിത് എടുത്തോണ്ട് പോകാം. കൈ ശരിയാക്കി വരാം, എന്നിട്ട് നമുക്ക് അരിയണം പിടിക്കാം. നല്ല വെയിറ്റുണ്ട്. അതാ ഒരപ്പര ബെഞ്ചായിട്ടുള്ള വെച്ചു. വെളിച്ചെണ്ണ തൂത്ത മണ്ണെണ്ണ ഇട്ടാൽ കുഴപ്പമില്ലെന്ന് വെച്ചപ്പോൾ അത് വേണ്ട, പിന്നെ അത് കഴുകാൻ മണം സമയമെടുക്കും. ആ മണം എന്ത് ചെയ്താ പോവൂല, മണ്ണെണ്ണയുടെ ഒട്ടും പോവൂല, മഹാദുരിതം. വെളിച്ചെണ്ണയാകുമ്പോ പിന്നെ അപകടം ഇല്ലല്ലോ. പിന്നെ അത് അരിഞ്ഞെടുക്കണം, അതുകൊണ്ടാണ്. മണ്ണെണ്ണയുടെ മണം പോയില്ലെങ്കിൽ അത് അപകടം. പുറത്തിരുന്ന് വെട്ടിയാൽ പിന്നെ അകത്ത് വൃത്തികേടാവൂല്ലോ എന്നോർത്താ പുറത്തിരുന്ന് ഞാൻ എപ്പോഴും വെട്ടണം. നിങ്ങളൊക്കെ ഈ വെളിച്ചെണ്ണ ആണോ ഇതിനു വേണ്ടി വിളഞ്ഞീന്ന് കളയാൻ അതെ ഉപയോഗിക്കണേന്ന് പറയണേ? ഇങ്ങനെ നമുക്ക് അരിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് കുറെ നാൾ ഇരുന്നോളൂല്ലേ ഇതിങ്ങനെ വെച്ചിരുന്ന? 6-7 മാസം വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചേച്ചി 1 കൊല്ലം വെച്ച സാധനം നമുക്ക് വന്നിട്ടുണ്ടോ പറവാട്ടിൽ നിന്ന് ഉണ്ട്. ഫ്രീസായി ഇങ്ങനെ ഇരിക്കുമല്ലേ? അതെ, അത് ഇതിൽ ചെയ്യേണ്ട ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീസായി ഇരിക്കണ ഇങ്ങനെ കവറിലിരിക്കണ ഈ സാധനം എടുത്ത് നമ്മൾ പുറത്ത് വെക്കും, തണുപ്പ് പോകാനായിട്ട്. വെക്കുന്നതിന് കുറേ സമയം മുമ്പ് എടുത്ത് വെക്കണം. അങ്ങനെ തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളത്തിലിട്ടൊന്നും തണുപ്പ് കളയരുത്. ഇങ്ങനെ അന്നേരത്തെ ഇങ്ങനെ തീരെ തളുതളുവായി പോകും ചക്ക, അതിനേക്ക് വെള്ളം കയറി. അപ്പം പുറത്ത് തന്നെ വെച്ച് നാച്ചുറലായിട്ട് തണുപ്പ് മാറിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കിട്ട് അത് വെള്ളത്തിലിട്ടൊന്ന് അലമ്പിങ്ങെടുക്കുക, വെള്ളം തോർത്തി കഴുകി, എന്നിട്ട് നേരെ വേവിക്കാൻ വയ്ക്കുക. പിന്നെ പുറത്തേക്ക് വെച്ചേക്കരുത് ഒന്നിനും. പുറത്ത് വെച്ച് തണുപ്പ് മാറ്റണം. വെള്ളത്തിലിട്ട് ഒരിക്കലും തണുപ്പ് മാറ്റരുത്, അന്നേരം അത് ചീത്തയായി പോകും. ഇതിൽ തന്നെ ഇരുന്ന് ഫ്രീസായി ഇരിക്കുമ്പോൾ കടുകടുന്നിരിക്കും. അതിൽ നിന്ന് തണുപ്പ് പോയി കഴിയുമ്പോൾ അലുത്ത പോലെ വരില്ല ഇങ്ങനെ. അപ്പോൾ ആ ടൈമിൽ അപ്പം തന്നെ കഴുകി വാരി അടുപ്പത്ത് വെച്ച് വേവിച്ച് അരപ്പി ഇറക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഫ്രഷായിട്ട് കഴിക്കുന്ന ടേസ്റ്റ് എങ്ങനെയാണെങ്കിലും ഉണ്ടാവില്ല, പക്ഷേ ഇല്ലാത്ത കാലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതെ, ഇതുപോലെ തന്നെ പച്ചക്കപ്പ റെഡിയാക്കി വെക്കണവരുണ്ട്. നമ്മൾ വെക്കണത് ഇതുപോലെ പച്ചച്ചക്ക അല്ല പച്ചക്കപ്പ അങ്ങനെ വെക്കണവരുണ്ട്. എന്നാൽ എന്നോട് ആരാണ്ട് പറഞ്ഞു കപ്പ വെക്കാമെന്ന്, വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു ദിവസം കുറച്ച് കപ്പ അങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ച് നോക്കണം. പിന്നെ എപ്പോഴും നമുക്ക് കിട്ടും. അതാ പിന്നെ ഞാനതിൽ മെനക്കെടാത്തത്. ചക്കക്കുരു നമ്മള് പക്ഷെ ഒരുപാട് നാള് വെച്ചില്ല അല്ലെ? കുറച്ച് നാളെ വെച്ചായിരുന്നു, 3-4 മാസമൊക്കെ ഇരുന്നു. പിന്നെ ഇത് നല്ല 100 ചക്കക്കുരു പിന്നെ വേഗം കേടായിപ്പോ. എന്നോട് ഈ മറ്റേ ചക്കക്കുരുന്ന് കുഴപ്പമില്ല, അപ്പുറത്തേന് മറ്റേ വേവിക്കും പടിഞ്ഞാറ് വശത്ത് നിൽക്കണമല്ല കിഴക്ക് വശത്ത് നിൽക്കണ പ്ലാവില, ഇതിനെ പെട്ടെന്ന് കേടാവണം. ബിനി എന്നോട് പറഞ്ഞ് തൊണ്ട് കളഞ്ഞേച്ച് നമ്മൾ അരിഞ്ഞ് ഫ്രീസ് ചെയ്യാനായിട്ട് സിപ്ലോക്ക് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകി വാരി വേവിച്ചാൽ മതി. അല്ലെങ്കിൽ അരിഞ്ഞിട്ടില്ലെങ്കിൽ കടുപ്പല്ലേ അരിഞ്ഞെടുക്കാൻ, അത് നല്ല ഐഡിയ. അത് അങ്ങനെ ഒന്ന് അരിഞ്ഞ് വെച്ച് കുഞ്ഞോള് വരാത്തതുകൊണ്ടാണ് എല്ലാം പെൻഡിങ്. അല്ലെങ്കിൽ പുള്ളിക്കാരി അതൊക്കെ പതുക്കെ ഇരുന്ന് ചെയ്ത് റെഡിയാക്കി തന്നേനെ. ചെയ്യണ അത് പണിയൊക്കെ കഴിയണ ദിവസങ്ങളിലോ അധികം പണിയില്ലാത്തപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അടുക്കളയിലെ എല്ലാ പരിപാടിയും കഴിയുമ്പോൾ പിന്നെ മടുപ്പാവും, അതാ അത് ചെയ്യാൻ നോക്കാത്ത. അത് നല്ല പരിപാടിയാണ് ഒരുക്കി വെച്ചാൽ. അപ്പം നമുക്കിതേ കവറിലേക്ക് ആക്കാം. ഇത് ചെറിയ ചക്ക ആയതുകൊണ്ടേ കവറിൽ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു ദിവസം ഒരു ചെറിയ ചക്കയും കൂടെ ആ പ്ലാവേല തന്നെ അരിഞ്ഞ് ഇതിനകത്തേക്ക് ആക്കണം. അപ്പം ഒരു കവറാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ തരത്തിലുള്ള ചക്ക ഒരേ കവറിലിരിക്കണം. മറ്റേ ചക്ക ഇരിക്കണമെന്ന് ഞാൻ ഫ്രീസർ തുറക്കുമ്പോൾ ഒന്ന് കാണിക്കാട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതില. ഈ ആഴ്ച തന്നെ ശരിയാക്കി വെക്കണം. അത്
അപ്പം അതിൽ നിറഞ്ഞിരുന്നോളൂ. സ്റ്റോർ ചെയ്യണതാട്ടോ. ആ അത് നിങ്ങൾക്ക് അറിയാലോ സ്റ്റോർ ചെയ്യണമെന്നുള്ള വിവരം. നോക്കട്ടെ, ചെറിയ പതിപ്പിച്ച് വെച്ചോ. ഇപ്പം എടുക്കാനുള്ള കഴിയണില്ലല്ലോ. വേറൊരു കാര്യം ചെയ്യാം. ഇത് എന്നൊരു പണി ചെയ്യാം. റബ്ബർ ബാൻഡ് അതല്ല അമ്മയുടെ വീക്ക്നെസ് ആണ്. അതല്ല വീക്ക്നെസ് അല്ല, അത് എന്നാന്നറിയാമോ, ഒരു കാര്യം പറയാം. അത് 2 ദിവസത്തിനകം ഇതിനകത്തേക്ക് നിറയ്ക്കും. നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സീൽഡ് ആക്കാം നമുക്ക്. കറക്റ്റ് ആക്കാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിക്കോളും. അത് ലോക്ക് പോയിട്ടൊന്നുമില്ല. അതെ, ഇല്ല, അതാ കറക്റ്റ് അതിൽ വീണാലേ അതാവുള്ളൂ. അതിന് അമ്മയ്ക്ക് ഇച്ചിരി ക്ഷമ കുറവാ. ഇച്ചിരി അല്ല, നല്ല കുറവാ. നീ മേടിച്ചോണ്ടെന്ന് മറ്റേതാണെങ്കിൽ ഇല്ലേ സിബങ്ങ് വലിച്ചാൽ മതി. അതാണ് അമ്മ അങ്ങനത്തെ മതി എന്ന് പറഞ്ഞത്. ഇത് തുറക്കാനും അടച്ചു വെക്കാനും പോരാ. പോരാ, അതിനൊരു ചാനലുണ്ട്. ആ ചാനലിൽ കറക്റ്റ് ആയിട്ട് വെക്കണം. അതാ നീ ചെയ്യാറുണ്ടല്ലോ. അത് ഇപ്പൊ നമുക്ക് ഫ്രീസർ പിന്നെ എളുപ്പമുണ്ട്. അതിനകത്തേക്ക് വെക്കാം. ബാ, എന്നിട്ട് മുറ്റത്ത് കിടക്കണ ചക്ക ഇതെല്ലാം എടുത്ത് മാറ്റണം മോനെ. അവിടെ ഫ്രീസർ തുറക്കാൻ നോക്കിക്കോ. ദേ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീസറിലെ സംഗതികൾ. ഓ, ഇത് ഒരുപാടുണ്ടല്ലോ. മഴയൊക്കെ ഇങ്ങനെ പെയ്ത് അടച്ച മഴ പെയ്ത് തണുത്ത് വിറങ്ങലിച്ചിരിക്കണ ദിവസങ്ങളിൽ ഇങ്ങനത്തെ ആണെങ്കിൽ എനിക്ക് വലിച്ചിടാൻ. അല്ല, ഈ 4 കൂടെ ഇങ്ങനത്തെ ഉണ്ട്. 6 നീ മേടിച്ചത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അത് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഉണ്ട്. ഇതിന് കുഴപ്പമില്ല. ലോക്കടങ്ങിയിരിക്കുക മാമ്പഴത്തിന്റെ. അങ്ങനത്തെ ഈ പതിപ്പിച്ച് വെക്കാൻ അമ്മയ്ക്ക് ഇച്ചിരി താല്പര്യം കുറവാ. മാങ്ങ, മാങ്ങ, പച്ചമാങ്ങ. അത് ചെനച്ച മാങ്ങയാ അല്ലേ? ചെനച്ച മാങ്ങ. ഇതിലൊക്കെ സിറപ്പുകളാട്ടോ. ഇതില് മാങ്ങ അണ്ടിയോട് കൂടി മാങ്ങയുണ്ട്. പഴമാങ്ങയുടെ അണ്ടിയോട് കൂടി ഇതിലൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. പുളിശ്ശേരി ഉണ്ടാക്കാനുള്ളതുണ്ട്. നമുക്ക് ഉണ്ടാക്കാം. ദേ ഇപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് കുറെ. ഒക്കെ ചക്കപ്പഴുപ്പും മാങ്ങാപ്പഴുപ്പും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. അതെ, ഇത് നാരങ്ങാപ്പഴുപ്പ് വരെ ഉണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ. ഇത് ഈ സാധനത്തിൽ ഞാൻ നിറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കാണിക്കാം. ഈ ചക്ക തന്നെ വെട്ടി അതിൽ നിറയ്ക്കണം. പല മോഡലായേ പറ്റൂല. അപ്പൊ ഇനി നമുക്ക് അടയ്ക്കാം. ഇതാണ് ഞങ്ങളുടെ ഡീപ് ഫ്രീസർ. അതെ, വളരെ യൂസ്ഫുൾ ആണ്. വളരെ യൂസ്ഫുൾ ആണ്. ഇടയ്ക്ക് എല്ലാവരും ചോദിക്കണോണ്ട് പറയണത്. അതെ 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 അതെ. വെരി വെരി യൂസ്ഫുൾ. 150 ലിറ്റർ അല്ലേ? അതെ.